പ്രതിരോധ വകുപ്പിന്റെ പേരിൽ 85,000 കോടി രൂപയുടെ ആയുധ നിർമ്മാണ കരാർ ലഭിച്ചെന്ന് വിശ്വസിപ്പിച്ച് 700 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ വിപിവിവി കമ്പനി അധികൃതർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷകളിലും സത്യവാങ്മൂലങ്ങളിലും ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിക്ഷേപകരിൽ നിന്നും 65 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതി നൽകിയ കൊല്ലം കിളികൊല്ലൂർ സ്വദേശി ശ്രീറാം, അജീഷ രാമചന്ദ്രൻ എന്നിവർക്കെതിരെ അമേരിക്കൻ സുപ്രീം കോടതിയുടെ നിയമനടപടികൾ തുടങ്ങിയെന്ന വിചിത്രമായ അവകാശവാദമാണ് കമ്പനി ഉയർത്തുന്നത്. ചെയർമാൻ വെങ്കിട്ട്, ഡോക്ടർ സാബ്, ജി.എസ്. ബിജു, പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള 12 പ്രതികൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു വാദം ഉന്നയിക്കപ്പെട്ടത്. 2025 ജൂലൈ 7-നാണ് ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. തുടർന്ന് 2025 നവംബർ 24-ന് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തങ്ങൾ ഒരു സമാധാന ഉടമ്പടിയുടെ ഭാഗമാണെന്നും കമ്പനി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരമൊരു കരാർ നിലവിലില്ലെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2026 ജനുവരി 7-ന് ലഭിച്ച ഈ മറുപടി പ്രതികളുടെ വാദങ്ങളുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.